ജൂൺ 15-ന് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് റഷ്യ ഉക്രൈൻ പ്രശ്നത്തെക്കുറിച്ച് ഒരു സമാധാന സമ്മേളനം നടത്താൻ പോവുകയാണ്. ഈ സമാധാന സമ്മേളനം റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് ഒരു സമാധാനം കൊണ്ടുവരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഈ സമയം ചരിത്രം പരിശോധിക്കുമ്പോൾ 1919 സ്പെയിനിൽ ഒരു സമാധാന സമ്മേളനം നടത്തി. അതിൽ ജർമ്മനിക്കെതിരെ പല തീരുമാനങ്ങൾ എടുക്കുകയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ജർമ്മനിക്കെതിരെ ഒരുപാട് തടസ്സങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനി വീണ്ടും 1919 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. അതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന ഈ ഒരു സമാധാന സമ്മേളനത്തിലൂടെ അത് നടക്കുമെന്നുള്ള നിരവധി സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ ജർമ്മനിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ ഞങ്ങളുടെ പ്രദേശത്ത് ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധം ആരംഭിച്ചതായി ഞാൻ കാണും. നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നരകത്തിലേക്ക് പോകും. ഇങ്ങനെ റഷ്യയുടെ മുന്നറിയിപ്പിന് ശേഷം ജർമ്മനിയിൽ പല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ജർമ്മനിയുടെ സൈനിക സമാഹരണം. അവർ തങ്ങളുടെ സൈന്യത്തെ അണിനിരത്തുകയാണെങ്കിൽ എല്ലാവരും സന്നദ്ധ പ്രവർത്തകരായി ചേരണം, സൈന്യത്തിൽ ചേരണം എന്നുള്ളൊരു അറിയിപ്പ്, അതിന്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ആർമിയിൽ നിന്ന് ആർക്കെങ്കിലും VRS വാങ്ങി വിരമിക്കണം എന്ന ചിന്ത ഉണ്ടെങ്കിൽ അത് സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഇങ്ങനെ പല മാറ്റങ്ങൾ ജർമ്മനിയിൽ വരാൻ തുടങ്ങി. ഇവയെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ കാണാം. ഒന്നാം ലോക മഹായുദ്ധം. ഈ ലോക മഹായുദ്ധം 1918 അവസാനിച്ചു. അതുവരെ ലോകത്ത് നടന്ന എല്ലാ യുദ്ധങ്ങളും ഒരു ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച്, അതായത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെതിരെ 1-2 രാജ്യങ്ങൾ ചേർന്ന് പ്രശ്നമുണ്ടാക്കി. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധം ലോകം കണ്ടില്ല. എന്നാൽ ഇവയെല്ലാം തലകീഴാക്കി മാറ്റിയ സംഭവമായിരുന്നു 1914 ശേഷം ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധം. അതിലും ജർമ്മനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം 1919 സ്പെയിനിൽ വെച്ച് ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ ജർമ്മനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു. ജർമ്മനിയെ ഒരു വലിയ പ്രശ്നമാക്കി ചിത്രീകരിച്ചു. ജർമ്മനിയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം, ജർമ്മനി ഇനി വളരാൻ അനുവദിക്കരുത്, ജർമ്മനി ഇനി വളർന്നാൽ ഒരുപാട് പ്രശ്നം വരും. ഇങ്ങനെ ജർമ്മനിയിൽ നിരവധി തടസ്സങ്ങളും സമ്മർദ്ദവും ഏർപ്പെടുത്തി. 1919 ജർമ്മനിക്ക് സൈനിക ചിലവുകൾ നടത്താൻ അനുവാദമില്ലായിരുന്നു. അവരുമായി ഒരു രാജ്യവും സൈനിക ബന്ധം പാടില്ല. എത്രത്തോളം ജർമ്മനിയെ ഒറ്റപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ 1919 ആ സമ്മേളനത്തിൽ സംഭവിച്ചു. എന്നാൽ ആ വേലിക്കെട്ടുകൾ മറ്റൊരു ലോക മഹായുദ്ധം സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് ആ രാജ്യങ്ങൾ അന്ന് അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഒരു രാജ്യത്തെ കൂടുതലായി നിയന്ത്രിക്കുമ്പോൾ, അടിച്ചമർത്തുമ്പോൾ, ആ രാജ്യം ആ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് കരകയറുമ്പോൾ അവർക്ക് മുൻപുണ്ടായിരുന്നതിനെക്കാട്ടിലും ശക്തി പല മടങ്ങായിരിക്കും. ജർമ്മനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജർമ്മനി വളർന്നത് ഹിറ്റ്ലറുടെ സാന്നിധ്യം കൊണ്ടാണ്. ജർമ്മനിക്കെതിരെ പ്രതിബന്ധങ്ങൾ സ്ഥാപിച്ച ലോകനാടുകളെ മുഴുവനും നിയന്ത്രിക്കാൻ ഹിറ്റ്ലറാണ് നാസി ജർമ്മനി സൃഷ്ടിച്ചത്. തുടർന്ന് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ പല പ്രശ്നങ്ങൾ നേരിട്ടു. അമേരിക്ക ഈ അണുവായുധം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഈ അണുവായുധം ജർമ്മനി കണ്ടുപിടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കഴിവുകളും സാങ്കേതിക വിദ്യയും ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ സംബന്ധിച്ച് ഏതൊരു നാട്ടിലും ഇല്ലാത്ത പുതിയ സാങ്കേതിക വിദ്യകൾ ജർമ്മനിക്കുണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനിയുടെ പക്കൽ ഈ അണുവായുധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ലോക ചരിത്രം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു. അത് തീർച്ചയായും വ്യത്യസ്തമായി മാറുമായിരുന്നു. അമേരിക്ക പോലൊരു രാജ്യം ഇത്രയേറെ വളർച്ചയിലെത്തില്ലായിരുന്നു. ലോകത്തിൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന ലോകരാജ്യങ്ങൾ അങ്ങനെ ആകില്ലായിരുന്നു. അത്രത്തോളം വലിയൊരു നാശം ജർമ്മനിക്ക് നൽകാൻ കഴിയുമായിരുന്നു. 1919 സ്പെയിനിൽ നടന്ന ആ ഒരു സമ്മേളനമായിരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണവും തുടക്കവും. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നടക്കാൻ പോകുന്ന ഈ ഒരു സമ്മേളനത്തെയും ആ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും സംസാരിക്കുന്നത്. 1919 സമ്മേളനത്തിൽ എങ്ങനെയാണോ ജർമ്മനിക്ക് ഇത്രയേറെ ഉപരോധം ഏർപ്പെടുത്തിയത്, സമാനമായ സാഹചര്യമാണ് സ്വിറ്റ്സർലാൻഡിലെ സമ്മേളനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സമാധാന സമ്മേളനത്തിലേക്ക് റഷ്യയെ ക്ഷണിച്ചിട്ടില്ല. അതേസമയം ഈ സമാധാന ചർച്ചയെ പിന്തുണയ്ക്കാൻ, ഉക്രൈനെ പിന്തുണയ്ക്കാൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ക്ഷണിച്ചു. റഷ്യ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഈ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? റഷ്യ ഉക്രൈനിൽ നിന്നും പുറത്തു പോകണമെന്ന് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. റഷ്യയിൽ നമുക്ക് എങ്ങനെ സാമ്പത്തിക തടസ്സം സ്ഥാപിക്കാനാകും? റഷ്യ ഈ ലോകത്തിൽ നിന്നും എങ്ങനെ അകറ്റി നിർത്താനാകും? റഷ്യയുടെ ആസ്തികൾ നമുക്ക് എങ്ങനെ ചൂഷണം ചെയ്യാനാകും? മറ്റുള്ളവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് റഷ്യ എങ്ങനെ തടയാനാകും? നമുക്കെങ്ങനെ റഷ്യയെ തകർക്കാനാകും? നമുക്കെങ്ങനെ റഷ്യയെ ക്വാറന്റൈൻ ചെയ്യാനാകും, കോർണർ ചെയ്യാനാകും? ഇതൊക്കെയാണ് സമാധാന സമ്മേളനത്തിൽ ഏറെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉക്രൈന് ഇതൊരു സമാധാന സമ്മേളനമാണെങ്കിൽ പോലും പരോക്ഷമായി നടക്കാൻ പോകുന്നത് റഷ്യയെ എങ്ങനെ ഒറ്റപ്പെടുത്താം,
ഈ യുദ്ധത്തിൽ എങ്ങനെ ഉക്രൈനെ വിജയിപ്പിക്കാം, ഇതാണ് ഈ സമ്മേളനത്തിലൂടെ അവർ പ്രധാനമായും ചെയ്യാൻ പോകുന്നത്. ഒരു രാജ്യത്തിന്മേൽ ഇത്രയും തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ചരിത്രം വീണ്ടും ആവർത്തിക്കും. ഭൂതകാലത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചരിത്രം കാണിച്ചു കൊടുക്കും. അതിനും കാരണമുണ്ട്. അവസാന വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ക്യൂബയ്ക്ക് ചുറ്റും റഷ്യ അവരുടെ സൈനിക അഭ്യാസത്തിന് ഒരുങ്ങി. ഇതെല്ലാം ഒരു യുദ്ധത്തിൽ അവസാനിക്കാൻ പോകുന്നു. അമേരിക്കയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ റഷ്യ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അണുവായുധം തിരികെ കൊണ്ടുവന്ന് ക്യൂബയിൽ സൂക്ഷിക്കാൻ അവർ മടിക്കില്ല. ലോകം രണ്ടായി വിഭജിക്കുമ്പോൾ ഒരു വശത്ത് അമേരിക്കയും മറ്റൊരു വശത്ത് റഷ്യയുമായിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് താഴെയുള്ള രാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണയ്ക്കില്ല. കാരണം അവർക്ക് ഇതിനകം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ റഷ്യയെ പിന്തുണച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കും. അതിനാൽ സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന ഈ ഒരു സമാധാന സമ്മേളനം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തെ നിർത്തലല്ല, റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതാണിപ്പോൾ സംഭവിക്കാനും പോകുന്നത്. അടുത്ത കാര്യം റഷ്യയും ജർമ്മനിയും കുറിച്ചാണ്. റഷ്യയിൽ നിന്ന് ഇത്രയേറെ എതിർപ്പുകൾ ലഭിച്ചതോടെ ജർമ്മനി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ഇന്നലെ ഡെയിലി മെയിലിൽ വന്നൊരു റിപ്പോർട്ട്, അതിൽ ജർമ്മനി കൊണ്ടുവന്ന മാറ്റങ്ങൾ കാണാം. നിർബന്ധിത നിയമനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ജർമ്മനി ആദ്യം ചെയ്തത്. ഇപ്പോൾ യുദ്ധ സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഒരുപാട് ആളുകളെ സൈന്യത്തിലേക്ക് കൊണ്ടുവരണം. ഈ സമയത്ത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും സൈന്യത്തിൽ ചേരണം എന്നുള്ള ഒരു നിയമം ജർമ്മനി തയ്യാറാക്കുന്നു. അടുത്തത് കൂട്ട ഒഴിപ്പിക്കലാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളെ എങ്ങനെ രക്ഷിക്കാം, അവരുടെ ഭക്ഷണം, മറ്റു വസ്തുക്കൾ, അവശ്യ വസ്തുക്കൾ എങ്ങനെ യുക്തിസഹമാക്കാം, ഇതിനെക്കുറിച്ച് ജർമ്മനി ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ജർമ്മനി. മൂന്നാമത്തെ പ്രധാന കാരണം സർക്കാർ മേഖലയാണ്. സൈനിക മേഖലയിലെ ജോലി ഉപേക്ഷിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ യുദ്ധകാലത്ത് അത് സാധിക്കില്ല എന്നുള്ളൊരു നിയമം, അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലും ജർമ്മനി ഇപ്പോൾ പോകുന്നുണ്ട്. അതിന് പുറമെ കിഴക്കൻ മുന്നണിയിലേക്ക് അയക്കാൻ നാറ്റോ സൈനികരെ എങ്ങനെ അണിനിരത്തണമെന്നും ജർമ്മനി ആസൂത്രണം ചെയ്യുന്നു. അതിനുള്ള ഇടനാഴികൾ എങ്ങനെ സൃഷ്ടിക്കണമെന്നും ജർമ്മനി ആലോചിക്കുന്നുണ്ട്. ഒരേ ഒരു അറിയിപ്പ് മാത്രമാണ് റഷ്യയിൽ നിന്നും ഉണ്ടായത്. എന്നെ ആക്രമിക്കാൻ നിങ്ങൾ ഉക്രൈന് ആയുധം നൽകിയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാകും. നിങ്ങളുടെ ആയുധം ഞങ്ങളുടെ ഭൂമിയിലേക്ക് വന്നാൽ അത് നമ്മൾ തമ്മിലുള്ള യുദ്ധമായി കണക്കാക്കും. ഇങ്ങനെ റഷ്യയുടെ ആ ഒറ്റ പ്രഖ്യാപനത്തിന് ശേഷം ജർമ്മനിയുടെ സർക്കാർ വളരെയധികം മാറി. ഈ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ സംഘർഷമുണ്ടാക്കും. അതിനു പുറമെ സൈനിക ആശുപത്രികളിൽ ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം റിക്രൂട്ട് ചെയ്യണമെന്ന് ജർമ്മനി ആസൂത്രണം ചെയ്യുന്നു. യുദ്ധം വലുതായി മാറുമ്പോൾ പരിക്കേറ്റവരെയും മറ്റു പ്രശ്നങ്ങളുള്ളവരെയും നോക്കാൻ അവർക്ക് ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ആവശ്യമായി വരും. അതിനാൽ ആരോഗ്യ പ്രവർത്തകരെയും ഒരുപാട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, 1919 നടന്ന ആ ഒരു സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുമോ? ജർമ്മനിക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ഈ ഒരു ബന്ധം വഷളാകുന്നത് അടുത്ത ലോകയുദ്ധത്തിന് കാരണമാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.